വണ്ടി ബ്ലോക്ക് ആയേക്കാണ്. വണ്ടി ബ്ലോക്ക് ആയേക്കാണ്. ഈ പോത്ത് എങ്ങനെയുണ്ട്? ഫോട്ടോയിൽ കിട്ടുന്നുണ്ട്. അതിലും വലിയ പോത്തിനെ കാണിക്കാൻ 1,00,000 രൂപ നിൽക്കുന്ന ആർക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കും. കേരളത്തിൽ എവിടെ കാണിച്ചാലും മതി. ഇതിലും വലിയ പോത്ത് വേണം. ഉറപ്പാണ്. 1,00,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അതായത് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കടയിൽ നിന്ന് ഫോട്ടോ എടുക്കൂല, അതുപോലെ ഓരോരുത്തരും മാറി മാറി ഇന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യം കാല് വഹിക്കുമ്പോ താന്ന് പോയി. ഹായ് സുഹൃത്തുക്കളെ, ഞാനുള്ളത് നാട്ടിൽ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ പോത്തിനെ കാട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. കാട്ടിത്തരുവോ? കാട്ടി തന്നിരിക്കും. വലിയ പോത്താണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ പോത്താണ് നമ്മൾ ഇന്ന് കാണാൻ. അങ്ങനെയാണ് ആ പോത്തിന്റെ ഏകദേശം വില ഒന്ന് പറഞ്ഞു. പോത്ത് 10,00,000 രൂപക്കാണ്. എത്ര? 10. 1, 2 അല്ല, 10,00,000 രൂപക്ക്. ആ പോത്തിനെ നമ്മൾ കാണാം. ഇതുവരെ ഞാൻ എന്റെ നാട്ടിലാണെങ്കിൽ ആ പോത്തിനെ കണ്ടിട്ടില്ല. ഈ നിൽക്കുന്ന ആരെങ്കിലും കണ്ടിട്ടില്ല പോത്തിനെ? അപ്പൊ ഈ നാട്ടിൽ ടൗണിലേക്ക് നമ്മൾ ഈ പോത്തിനെ ഇറക്കാമാണ്. അതിനു മുമ്പ് നിങ്ങളെ ഈ പോത്തിനെ ഒന്ന് കാണിക്കാണ്. പോത്തിനെ കാണിട്ടെ, പോരട്ടെ. കുണ്ടരുടെ പോത്തിനെ. ആഹാ, ഈ വന്നെ ഒരു മുതലാണ്. കണ്ടാ? ചുമ്മാ പറയണ്ടല്ലാന്നേ. ഉള്ളതുണ്ടെങ്കിലല്ലേ പറയുള്ളൂ നമ്മള്. അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസിനൊക്കെ വരും. സുഡു, അതിന്റെ മുന്നിൽ സുഡു വരുമ്പോ സുഡു ചെറുതായി പോവാണ്. അതെ അതെ, നമ്മള് ആ മധുര മുതലാണ്. ഇതിന്റെ നീളവും വലിപ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തടാ. ഇത് നിക്കണ നിപ്പ് വേണ്ട, ചെയിനൊക്കെ ഇട്ട് ഇവിടുന്ന് എടുത്താൽ പോലും ക്യാമറയിൽ കൊള്ളാത്ത തരത്തിലെ ഒരു പോത്ത് എന്ന് പറയുമ്പോഴേ, മച്ചാനെ ഇവിടെ വന്നേ, മച്ചാൻ ഇങ്ങോട്ട് വന്നേ. മച്ചാൻ പറ ഈ പോത്തിന്റെ വലിപ്പം. മച്ചാനെ ഞങ്ങള് നോക്ക് എന്താ ഈ മുതല്, ഏതാ ഭംഗിന്ന് നമുക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത തരത്തിൽ അത്രയേറെ വലിപ്പമുള്ള കേരളത്തിലെ ഒരു പോത്തിനെ നമ്മള് ഇന്ന് പേരിടാമാണ്. ഇന്നാണ് ഈ പോത്തിനെ നമ്മളെ നാട്ടുകാര് കാണാൻ പോകുന്നത്. ടൗണിലേക്ക് ഇറക്കുമ്പോ ആളുകൾ കൂടുമെന്ന് അറിയില്ല, മഴ പെയ്യുമെന്ന് അറിയില്ല. ഇനി മഴ പെയ്താലും ആള് കൂടിയാലും നമ്മൾ ഇറക്കിയിരിക്കും. ഈ പോത്ത് ഈ മാറമ്പള്ളിയിൽ ഇത്ര നാളായിട്ട് നമ്മുടെ സുഹൃത്തുക്കളും നമ്മളെല്ലാരും കൂടി ഈ പോത്തിനെ വളർത്താണ്. ഇവര് രണ്ടുപേരാണ് ഈ പോത്തിനെ ഇത്രയും ലെവലിലാക്കിയത്. തീറ്റ കൊടുത്ത് ഈ പോത്ത് ഇവിടെ വന്നിട്ട് 6 മാസത്തോളായി. ഈ പോത്തിനെ ഞാൻ ആദ്യം വന്ന് കാണുമ്പോൾ ഈ പോത്ത് ഇത്രയും തന്നെ ഉണ്ടെങ്കിലും ഇത്ര ഇറച്ചിയോ ഇത്രയും ശരീരമോ ഇത്ര തലപ്പൊക്കമൊന്നുമില്ല. അത് ഇവര് രണ്ടുപേരും ചേർന്ന കഴിവാണ്. കാരണം എന്ന് പറയാൻ, ഞങ്ങൾ ഒരു 10 കൊല്ലം മുമ്പേ ഈ കുതിര എന്ന് പറഞ്ഞ ഒരു മൃഗത്തിനോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ ഈ ഇന്ത്യ തന്നെ പോകാത്ത സ്ഥലങ്ങളില്ല. അപ്പൊ അത് ഞങ്ങളിപ്പോ അത് ഒരു ബുൾസ് എന്നുള്ള ഗ്രൂപ്പിലോട്ട് മാറ്റി. ഈ ബുള്ളിന്റെ പേര് നമ്മൾ കൊടുക്കുന്നത് ടൗണിൽ വെച്ചാണ്. അതിന് മാലയിട്ട് കൊടുക്കും. അപ്പൊ ഈ പേരും നിങ്ങൾക്ക് കാട്ടിത്തരും. അതേപോലെ തന്നെ അടിപൊളിയായിരിക്കും. മാറമ്പള്ളി ഈ ഒരു ജംഗ്ഷനിലൊക്കെ അല്ലല്ലോ, നമ്മൾ വലിയ ടൗണിലേക്കല്ലേ ഇറക്കാൻ. മാറമ്പള്ളി ജംഗ്ഷനിലോട്ടാണ് പോകുന്നത്. ഈ ജംഗ്ഷനിൽ വന്നപ്പോ തന്നെ, ഇതൊരു ചെറിയ ജംഗ്ഷനിൽ വന്നപ്പോ തന്നെ ഇത്ര ആളുകൾ കൂടിയെങ്കിൽ ആ ഒരു ടൗണിലേക്ക് പോകുമ്പോ എന്താവും? ഫുൾ ആൾക്കാർ കൂടും. കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലേ? പിന്നെ ആരും കണ്ടിട്ടില്ല ഇത്ര നാളെ ഇത്രയും വലിയൊരു പോത്തിനെ ഈ നാട്ടിൽ ഈ പരിസരത്തെ കണ്ടിട്ടില്ല. ഇല്ല. നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് പുറത്തിറങ്ങി. വണ്ടിയിലേക്ക് കയറ്റണയാണ് പോത്തിനെ. അവൻ അങ്ങനെ നിക്കാണ്. വണ്ടിയിലേക്ക് കയറ്റാൻ പോണേണ്ട. വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. മിറ്റലിന്റെ മുകളിലേക്ക് കയറ്റാണ്. മിറ്റല് കാല് വഹിക്കുമ്പോ താന്ന് പോയിക്കൊണ്ടിരിക്കാണ്. പോത്തിന്റെ കാല് താന്നുന്നുണ്ട്. അത്ര വെയിറ്റാണ് പോത്തിന്. ഒയ്യോ, കാല് താന്നു പോയി. ഓ, കേറി ഒരു വണ്ടി നിറച്ചുണ്ട്. വണ്ടിയുടെ ബാക്കിൽ വീണ്ടും നിൽക്കാണ് പോത്ത്. ഇത്രയും കൂടെ കയറ്റിയെടുത്തേണ്ട വരും. വണ്ടി ഒന്ന് ഇരുന്നിട്ടാ, വണ്ടി തന്നെ വലി മുട്ടിപ്പോയി. വലി നിന്ന് പോയി. ഈ പോത്തിന്റെ വെയിറ്റ് കൊണ്ട് വണ്ടി വലി മുട്ടിപ്പോണാണ്. പോത്തിനെ കൊണ്ടൊന്ന് ഇറക്കിയപ്പോ തന്നെ ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി, അതായത് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കടയിൽ നിന്ന് ഫോട്ടോ എടുക്കൂല, അതുപോലെ ഓരോരുത്തരും മാറി മാറി നിന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ കാണുന്നത്. ഈ നിൽക്കുന്നവർക്കൊക്കെ നിർത്തി ഫോട്ടോ എടുക്കണം. നാളത്തെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയൊക്കെ ചിലപ്പോ ഇവരായിരിക്കും. ഇതിലും വലിയൊരു പോത്തിനെ കാണിക്കുകയാണെങ്കിൽ മച്ചാനെ എത്ര കാശ് കൊടുക്കും? ഇതിലും വലിയ പോത്തിനെ കാണിക്കുകയാണെങ്കിൽ 1,00,000 രൂപ നിൽക്കുന്ന ആർക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കും. കേരളത്തിൽ എവിടെ കാണിച്ചാലും മതി. ഇതിലും വലിയ പോത്ത് വേണം. ഉറപ്പാണ്. 1,00,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ഈ പോത്തിനെ കാണാൻ വേണ്ടി എന്നിട്ട് ആളുകൾ ഇതിന്റെ ബാക്കിൽ കൂടിയേക്കണേ. ചുറ്റും ആളുകൾ വന്നേക്കണം കേട്ടോ. വണ്ടിയൊക്കെ പതിയെ ബ്ലോക്ക് ആയി തുടങ്ങി. അത് ആദ്യത്തിന് മുമ്പ് ഈ പോത്തിനെ കണ്ടിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ടൗണിലേക്ക് ഇറങ്ങുന്നത്. ഇതിന് നമ്മള് ഒരു പേര് കൊടുക്കാമാണ്. ഈ ടൗണിൽ തന്നെ വെച്ച്, ഈ മാറമ്പള്ളിക്കാരുടെ അടുത്ത് വെച്ച് തന്നെ നമ്മള് പേര് കൊടുക്കല്ലേ? മച്ചാനെ ഇങ്ങനെ ചേർത്തിരുത്ത്. മച്ചാനെ ഈ ടൗണില് ഈ ജംഗ്ഷനിൽ വെച്ച്
നമ്മൾ പേര് കൊടുക്കാമാണ്. പേരെന്താണെന്ന് കണ്ടോട്ടോ. ഇതാണ് നമ്മൾ ഈ പോത്തിന് പേരൊന്ന് പറഞ്ഞു വെച്ചാനെ. മാറമ്പിളിക്കാരൻ അങ്കത്ത് മാറമ്പിളിക്കാരൻ അംഗത്തിന് പേര് ഒന്ന് നീങ്ങിയതാ, ഒന്ന് വണ്ടി ബ്ലോക്ക് ആയേക്കാണ്, വണ്ടി ബ്ലോക്ക് ആയേക്കാണ്. എല്ലാവരും പോത്തിനെ നീക്കിയിരുത്ത. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ഈ പോത്തെ എടാ ഒന്ന് വട്ടം നിർത്തിയേ മച്ചാനെ വട്ടം നിർത്തിയേ. ഈ വഴി തന്നെ ബ്ലോക്ക് ആയി പോയി. ഈ പോത്തിന്റെ വലിപ്പം കാണിക്കാം മച്ചാനെ. ഇവിടെ നിൽക്കും മച്ചാനെ. ഇവര് രണ്ടുപേരും കൂടെ തീറ്റ കൊടുത്ത് വളർത്തി ഈ വഴി ബ്ലോക്ക് ആക്കി. കണ്ടില്ലേ? നീക്കിക്കോട്ടെ കാറുകളെ പോട്ടെ. ഇവരിതേ സ്വർണ്ണിട്ട് മച്ചാനെ. ഇത് സ്വർണ്ണാണോ? സ്വർണ്ണമൊന്നല്ല, പക്ഷെ നമ്മൾ സ്വർണ്ണിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. ഇതിനെ വിറ്റ് ഞങ്ങൾ ഇതിന് കൊടുത്തു. ഞങ്ങൾ 2 ദിവസം മുമ്പ് തന്നെ കൊടുത്തു. ഇത് എങ്ങോട്ടാ കൊടുത്തേക്കണേ? ഇത് തിരുവനന്തപുരം ഭാഗത്തേക്കാട്ട് കൊടുത്തേക്കണം. ആർക്കടാ കൊടുത്തേക്കണേ മച്ചാനെ? ആളുടെ പേര് ആള് ഗൾഫിലാണ്. ആള് നേരിട്ട് കണ്ടിട്ടില്ല. ഇത്രയും പേർക്ക് അയാളെ എങ്ങനെ എടുത്ത് കാണാതെ? വീഡിയോ മാത്രം കണ്ടെടുത്തേക്കാണ്. ഫോട്ടോയും വീഡിയോ കണ്ട്. ഫോട്ടോ വീഡിയോ മാത്രം കണ്ട്. ഇത് നേരത്തെ ആളുകൾ യഥാർത്ഥം നേരിട്ട് കണ്ടിട്ടില്ല. ഇല്ല. കൂട്ടുകാരെ വന്നാ കണ്ടു. അപ്പൊ ക്യാഷൊക്കെ നിങ്ങക്ക് തന്നോ? കാശൊക്കെ തന്നു. ആരെ വന്ന് തന്നെ കൂട്ടുകാരന്മാർ വന്നു? അവര് കണ്ടിട്ട് എന്ത് പറഞ്ഞു? അവരോട് പറഞ്ഞ് അടിപൊളിയാണ്, മാഷാഅല്ലാഹ് പറഞ്ഞു. അവരെ ജില്ലയിൽ ഇത്ര വലിയ പോത്തിനെ അവർ കണ്ടതാണ്. കേരളത്തില് അങ്ങനെ പറ മച്ചാനെ. കേരളത്തിൽ തന്നെ അതെ മച്ചാമാരെ ചോദിച്ചു നോക്കിയേ മച്ചാനെ. ഈ പോത്ത് എങ്ങനെയുണ്ട്? അടിപൊളി പോത്താണോ? അടിപൊളി. ഈ ചേച്ചിമാരൊക്കെ ഫോട്ടോ എടുക്കണ നിർത്തി. പോത്ത് എങ്ങനെ ചേച്ചി ഫോട്ടോ? അടിപൊളിയല്ലേ? പഞ്ചായത്തില് വഴി ബ്ലോക്കായിട്ടാണ് നമ്മള്. വണ്ടി പോട്ടെ. ഈ പോത്തിനെ ഏറ്റവും കൂടുതൽ ഭംഗിയിട്ടില്ല മച്ചാനെ. കേറുവാ അജ്മലെ ഈ മച്ചാൻ പെൻഡിങ് ഒന്ന് കാണിട്ട. ഈ മച്ചാനെ ഒന്ന് മച്ചാനെ ഈ സൈഡിൽ ഇവരൊന്ന് പിടിച്ചോട്ടെ. പിടിക്ക് ഫ്രണ്ടി പോട്ട് വന്നു. ഏറ്റവും ഭംഗി അജ്മൽ ഇതിന്റെ ഒപ്പം വരുമ്പോഴാണ്. അജ്മലെ ഇവനെങ്ങനെയുണ്ട്? നിങ്ങൾ തമ്മിൽ ഒരു നല്ല നിങ്ങൾ നടക്കുമ്പോഴാണ് അതിന്റെ ഭംഗി കിട്ടുന്നത്. അടിപൊളിയാണല്ലേ? അതുപോലെ സ്ഥിരം ഇതിന്റെ അടുത്ത് പോകാറില്ല, കാണാൻ പോകാറുണ്ട്, തീറ്റയൊക്കെ കൊടുക്കാറുണ്ട്. പോത്തിനെയാണ് കാളനെയാണ് അജ്മലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പോത്തിനെയാണ്. മുൻ മെമ്പറാണ്. മുൻ മെമ്പറ് നമ്മുടെ പോത്തിന്റെ ഒപ്പം നിന്ന് ഒരു ഫോട്ടോ. മെമ്പറെ മുൻ മെമ്പർ നിങ്ങളുടെ മെമ്പർ ആയിക്കോട്ടെ. മെമ്പർ പറയട്ടെ എങ്ങനെയുണ്ട് ഈ പോത്തിന്റെ അഭിപ്രായം? അടിപൊളിയാണ്. വലിയ പോത്തിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? വലിയ പോത്തിനെ ഇതുപോലെ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. ടൗണിലായതുകൊണ്ട് ആളുകൾ കൂടി. അതിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കാണ് എന്താ ഇതിന് സത്യത്തിൽ തീറ്റ കൊടുക്കണം? നമ്മൾ 6 കൂട്ടം തീറ്റ കൊടുക്കുന്നുണ്ട്. 6 ഐറ്റം ഒരുമിച്ച് ചേർത്ത് കൊടുക്കും. എന്തൊക്കെ കൊടുക്കണം? 2 പേരും കൂടെ ഉഴുന്നോട്, മറ്റേ മിക്സ്, പിന്നെ നമ്മുടെ പരുത്തി, പിന്നെ 2 ഇതിന്റെ സോയാത്തൊണ്ട്, അങ്ങനെ ഐറ്റംസ് ഉണ്ട്. ബാക്കി 2ന്റെ പേര് അറിയാൻ പാടില്ല. പിന്നെ നമ്മള് വൈകുന്നേരം തണ്ണിമത്തം കൊടുക്കും, രാവിലെ ആപ്പിള്, ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അത്യാവശ്യം ഒരു ദിവസം തന്നെ നല്ല രൂപയുടെ ചെലവുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ കാളേനെ ചെറിയ പോത്തിനെയൊക്കെ അഴിച്ചു കെട്ടുപോലെ പറമ്പിലേക്ക് അഴിച്ചു കെട്ടാറില്ല? പിന്നെന്താ, അഴിച്ചു കെട്ടാലോ? അഴിച്ചു കെട്ടിയത് കുഴപ്പമില്ല, മഴ വേണമെങ്കിൽ കുഴപ്പമില്ല. അതിനനുസരിച്ച് സന്തോഷമുള്ള ഇഷ്ടമാണ്. വെള്ളത്തിലിറക്കി കെട്ടാറില്ല? പിന്നെ എനിക്ക് നിശ്ചയ വീഡിയോ ഉണ്ട്, അതിനകത്ത് നോക്കി അറിയാം. പാർട്ടി ഞാൻ കെട്ടലുണ്ട് അല്ലേ? ഞാൻ ഇല്ലെങ്കിൽ ഇവൻ കൊണ്ട് കെട്ടും. അങ്ങനെയാണ്. ഇത് എവിടെ നിന്ന് എടുത്താണെന്ന് വല്ലതും പറയാൻ പറ്റുമോ? നമ്മളെ തൊടുപുഴ ജോഷി എന്ന് പറഞ്ഞ ആളുടെ ഞാൻ എടുത്തത്. ജോയിച്ചേട്ടന്റെ നിന്ന് എടുത്താണ് സാർ? അത് ശരി. ഇതിന്റെ പേരെന്താ നമ്മൾ കൊടുത്ത? മാറമ്പള്ളി അങ്കദ് ഗൗതം കത്തുൽ. ഇനി ഇതിപ്പോ എങ്ങോട്ടാ പോകാൻ പോണേ? ഏത് നാട്ടിലേക്കാ പോകാൻ പോണേ? തിരുവനന്തപുരം. ഇനി എത്ര ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത്? നാളെ ഇൻഷാല്ലാ വൈകുന്നേരം കേട്ടു. വണ്ടിയിൽ യാത്ര ചെയ്യണേനൊന്നും കുഴപ്പമില്ല അല്ലേ? ഇല്ല, നമ്മള് അവിടുന്ന് കെടുത്തി സെറ്റ് ആയിട്ടേ കൊണ്ടുപോകും.
വണ്ടിയിൽ കിടത്തിയിട്ട് നിന്ന് കിടക്കാനുള്ള സെറ്റപ്പിൽ നമ്മൾ കൊണ്ടുപോകുള്ളൂ. ഈ പോത്തിന് വല്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഇത്ര വലിയ പോത്താവുമ്പോ? അസുഖങ്ങളുണ്ടായി, നമ്മള് മരുന്ന് കൊടുക്കുന്നുണ്ട്, ടോണിക് കൊടുക്കുന്നുണ്ട്. മരുന്നിനും പോത്തിന് മരുന്നുകളൊക്കെ ഉണ്ടല്ലേ? ലിവർ ടോണിക്, കുറച്ച് ടോണിക് ഒക്കെ ഉണ്ട്, അത് കൊടുക്കലുണ്ട്. അതെല്ലേ? അത്യാവശ്യം ചെലവാണ് ഒരു പോത്ത് വളർത്തല്. ചെലവുണ്ട്. പെരുന്നാൾ കണ്ട് മാത്രം വളർത്തിയതാണോ? അല്ലല്ല, ഞാനിവനൊരു ആഗ്രഹത്തിൽ വളർത്തിയതാ. ആഗ്രഹത്തിന്റെ പേരിലല്ലേ? ഇതിനു മുമ്പ് അവ പോത്തൊക്കെ വളർത്തിയിരുന്ന? പോത്ത് കുതിരയായിരുന്നു കൂട്ടില്, കുതിരേനെ കണ്ട് പിന്നെ ഇത് ഇതാക്കി ഒരാഗ്രഹം. പിന്നെ അല്ലാതെ പോത്തുകളുണ്ട്. പെരിയാറിന്റെ തീരത്തേക്ക് പാലത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നേ കണ്ട. ഇക്ക ഓടില്ലേ? അടിപൊളി ആയിട്ടല്ലേ? ഇവൻ പാവാണവൻ, പാവാണ്. ഇതിന്റെ അടിയിൽ കൂടെ വരെ നമുക്ക് പോവാം. ഇക്ക നമ്മുടെ മച്ചാൻ എങ്ങനെയുണ്ട്? സ്വർണ്ണാണത്, സ്വർണം. അത് സ്വർണ്ണം. ഒരു പവനിപ്പോ എന്താ വില? അടിപൊളിയാണ് സംഗതി. സൂപ്പർ സാധന. ഒരു കുഴപ്പമില്ല. ഒരു തട്ടാ മുട്ട കേട് എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ചുറ്റും നടന്നു നോക്കി മച്ചാൻ, ഒന്ന് ചുറ്റും നടന്നു നോക്കി. മച്ചാൻ പോത്തിനെ ഒരുപാട് വളർത്തിയേക്കണാണ്, കർഷകൻ കൂടിയാണ്. ഒന്ന് നോക്കിയേ ചേച്ചി, ഫോട്ടോയിൽ കിട്ടുന്നുണ്ടോ കൃത്യമായിട്ട്? എങ്ങനെയുണ്ട്? അടിപൊളി. പാലം നിറച്ച ആളുകളായി പോത്തിനെ കണ്ടിപ്പോ. 10 ലക്ഷം രൂപയുടെ പോത്താണ്. അപ്പൊ ഇതിലും വലിയൊരു പോത്തിനെ കാണിക്കാമെന്ന് കാണിച്ചു കഴിഞ്ഞാല് ഇവര് എത്ര കാശാ പറഞ്ഞേക്കണേ? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറാണ് അല്ലെ? വിളിച്ചോ, നമ്മൾ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ മുടക്കിയിരിക്കും. അപ്പൊ ആ പോത്തിന്റെ വിലക്കും മേടിക്കും. അത് തന്നെ ഇഡിലൻ. അതായത് കേരളത്തിലെ ഒരു നമ്പർ 1 പോത്തിനെയാണ് നമ്മൾ ഇന്ന് കാണിച്ചേക്കണേ. മച്ചാമാരൊക്കെ ഉണ്ട് ഇതിന്റെ കൂടെ. ഇവര് രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടേക്കണേ. ഇവര് രണ്ടുപേരാണ് നമ്മുടെ ഈ പോത്തിനെ പൊന്നു പോലെ 6 മാസം നോക്കിയത്. ഇത് അൻസിഫ്, ഇത് ദീപു. ഇത് തട്ടേ മുട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യുക? വേറെ പോത്തിനെ കണ്ടെങ്കിൽ ആളാണ് നിൽക്കൂല, പിടിച്ച കിട്ടൂല. ഇപ്പൊ തന്നെ ആളാകെ. ഇതേ നടന്നു കഴിയുമ്പോ ഞെരുമ്പൊക്കെ എണിച്ചേക്കണാണ് ചേരാട്ട. അതെ, എന്റെ ഞെരുമ്പൊക്കെ കണ്ട എഴുന്നേറ്റങ്ങനെ കണ്ട, നടന്നിട്ട് ഞെരുമ്പൊക്കെ എഴുന്നേറ്റങ്ങനെ കണ്ടോ? ഇങ്ങനെ നിക്കണ കാല് കണ്ടോ? 2 കാല് നല്ല നീളത്തിലാണ് നിക്കണേ. പോത്തിന്റെ വാല് വെച്ച് ഒരു അടി കൊണ്ട അത്യാവശ്യം നല്ല അടിപൊളി. വാൽമ പിടിച്ചേ, എങ്ങനെയുണ്ട് പിടിച്ചിട്ട്? അങ്ങോട്ട് വലിച്ചോളാണ്. അടിപൊളിയായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റില് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം.